ഹായ് ഗൈസ്, വെൽക്കം ടു സഫീസ് ഹോം ഡയറി. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ പോംഗ്രാനേറ്റ് അല്ലെങ്കിൽ അനാർ, മാതള നാരങ്ങ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഈ ഫ്രൂട്ട് എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ചിലർക്ക് ഇപ്പോഴും അറിയില്ല. ചിലർ ഇത് ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലത്തെ അതൊക്കെ പൊട്ടി അതിൻ്റെ നീരൊക്കെ പോയി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ കാണാറുണ്ട്. അപ്പം ഞാനും അങ്ങനെയാണ് ചെയ്തിരുന്നത്. പക്ഷെ കുറച്ച് നാളുകളായിട്ട് എനിക്കൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കിട്ടി. അപ്പം ഞാൻ അത് വെച്ചാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പം അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ്. ആർക്കെങ്കിലും അറിയാത്തത് ഉണ്ടെങ്കിൽ, എല്ലാവരും മിക്കവർക്കും അറിയായിരിക്കും, അറിയാത്തവരാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മാതളത്തിൻ്റെ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ആ മേൽഭാഗത്തിൻ്റെ ഉള്ളിലേക്ക്, അതിൻ്റെ സ്കിന്നിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ കത്തി കയറ്റി ഇങ്ങനെ റൗണ്ട് ചെയ്ത് മുറിച്ചെടുക്കുക. ഒരുപാട് അധികം താഴ്ത്തി ചെത്തരുത്. ആ തൊലിയിൽ മാത്രം അങ്ങോട്ട് നമുക്ക് വട്ടത്തിൽ ചെത്തിയെടുക്കാം. അപ്പോൾ മേൽഭാഗം ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഇതിൽ നാലെണ്ണം ഇങ്ങനെ കാണുള്ളൂ വൈറ്റ് കളർ. ഇങ്ങനെ ചിലതിൽ സ്റ്റാർ പോലെ 6 എണ്ണം അങ്ങനെയൊക്കെ കാണാം. ഇങ്ങനെ ഈ വൈറ്റ് കളർ സ്പോഞ്ച് പോലെ കാണാം. അപ്പം അതിലേക്ക് നമുക്ക് കത്തി ഇറക്കിയിട്ട് അത് നേരെ താഴോട്ട് ഇങ്ങനെ അതിൻ്റെ തൊലി അവിടെ നിന്ന് അതിനൊപ്പം താഴോട്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ മുറിച്ചു കൊടുക്കുക. മേലെ കുറച്ച് താഴ്ത്തി ചെത്താം. താഴോട്ട് കൊണ്ടുവരുമ്പോൾ അധികം താഴ്ത്തണ്ട. ഇങ്ങനെ ജസ്റ്റ് തൊലിയുമ്പോൾ കൂടി അതിനൊപ്പം ഇങ്ങനെ തൊലി ഇങ്ങനെ പൊളിച്ചു കൊടുത്താൽ മതി. അപ്പം എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇത്രയും മതി. നമുക്ക് നടുവിൽ കാണുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് നമ്മൾ ഈ മുറിച്ച് കൊടുത്തേക്കണ ഇതിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കാം. മുറിച്ച് കൊടുത്തേക്കണ ആ ലൈനിൽ പിടിച്ച് ഇങ്ങനെ അമർത്തി വലിച്ചെടുക്കാം. സെൻറ്ററിലുള്ള പോർഷൻ ഇങ്ങനെ അമർത്തി പിടിക്കണം. എന്നാൽ മാത്രം നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ. കണ്ടോ, ഇപ്പം നമുക്ക് ഇതെല്ലാം ഇങ്ങനെ അടർന്ന് പോന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കുരു പോലെ, അതായത് നമുക്ക് കഴിക്കുന്ന ഈ ഇതുകൾ മാത്രം ഇങ്ങനെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ കിട്ടും, ഇങ്ങനെ ഇളക്കിയെടുക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പല മെത്തേഡും ഉണ്ട് നമ്മുടെ ഈ മാതളം ക്ലീൻ ചെയ്യാനായിട്ട്. പക്ഷേ എനിക്ക് ഇതാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്ന ഒരു ജോലി ഇപ്പോൾ വളരെ എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരാർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്കിത് ഉപകാരമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.